എല്ലാവർക്കും നമസ്കാരം. സ്വാമിയേ ശരണയ്യപ്പ. ശബരിമലയിൽ നട തുറന്നു. മണ്ഡല മകരവിളക്ക് കാലമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ ശബരിമലയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം ഏതാണ്ട് 2 വർഷം മുമ്പ് ശബരിമലയും അതിനോടനുബന്ധിച്ചുള്ള ചുറ്റുപാടുകളിലുമെല്ലാം ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കാണ് നമ്മളിന്ന് ചെറുതായി ഒന്ന് യാത്ര ചെയ്യുന്നത്. ശബരിമലയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും അതെങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തത്, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതുപോലെ തന്നെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഒരു ധർമ്മവിജയം ഈ വിഷയത്തിൽ നേടിയത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് ചില വിഷയങ്ങൾ കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ശബരിമല വിഷയം ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ശബരിമലയിൽ നമ്മൾ കണ്ട സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് ചില വിഷയങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞാൽ മാത്രമേ ഈ വിഷയം പൂർത്തീകരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അതിൻ്റെ സമയത്ത് അത്തരം വിഷയങ്ങളും ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആദ്യമേ തന്നെ ശബരിമല വിഷയത്തിലേക്ക് വന്നാൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നോക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്താണെന്ന് ആദ്യം നോക്കാം. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ ശബരിമലയെക്കുറിച്ച് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ വരാനും ഭക്തജനങ്ങൾ ദുഃഖിതരാകാനും ഒക്കെ ഇടയായ ഒരു സംഭവം 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി സുപ്രീം കോടതിയുടെ ഒരു വിധിയിലൂടെയാണ്. ഈ വിധി വരുന്നതിന് മുമ്പ് പലപ്പോഴും പൊതുസമൂഹം, ഭക്തജനങ്ങൾ പോലും, ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തജനങ്ങൾ പോലും എന്താണ് ഇത്തരത്തിലൊരു സംഭവമൊക്കെ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇത്ര വിധി വരാൻ പോകുന്നോ, എന്താണ് ഈ കേസ് എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പൊടുന്നനെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വരികയും ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിധി വരികയും ചെയ്തപ്പോഴാണ് വളരെയധികം ആശങ്കാകുലരായത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നാൽ എന്താണ് ആ വിധി എന്ന് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി പുറകോട്ടും മുന്നോട്ടും ഒന്ന് സഞ്ചരിച്ചാലേ കൃത്യത വരുള്ളൂ. കാരണം നമ്മളൊക്കെ പൊതുവെ പലരും അറിഞ്ഞത് ആ വിധിയോടുകൂടിയാണ്. ആ വിധി വരികയും പല പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പല സംഘടനകളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ട പന്തളം കൊട്ടാരം, മലയര വിഭാഗം, പേട്ട സംഘങ്ങൾ, അമ്പലപ്പുഴ, ആലങ്ങാട് പേട്ട സംഘങ്ങൾ, ഇങ്ങനെ തുടങ്ങി ശബരിമലയായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം അസ്വസ്ഥരാകുകയും പൊതുസമൂഹം, ഭക്തജനങ്ങളെല്ലാം അസ്വസ്ഥരാകുകയും അവർ ശക്തമായി പ്രതികരിക്കുകയും പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു വിധി എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രധാന വിഷയം കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ചില ആചാരാനുഷ്ഠാനങ്ങളെ കോടതി ഇല്ലാതാക്കി എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നത് പൊതുവെ ഒരു വിഷയമാണ്. അത് പത്രമാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തെ എടുത്തു കാണിക്കുന്നത് യുവതീ പ്രവേശ വിഷയം, യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല ശബരിമല എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരുന്നെങ്കിൽ സത്യത്തിന് അത് മാത്രമല്ല. അതിലും പലതുകൊണ്ടും ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും, അത് ശബരിമലയെ മാത്രമല്ല. ആ വിധിയിൽ ശബരിമലയിലെ യുവതീ പ്രവേശം ഒരു വിഷയമായിരുന്നെങ്കിലും ആ വിധിയിൽ പ്രസ്താവിച്ച പല കാര്യങ്ങളും ശബരിമല ക്ഷേത്രത്തെ മാത്രമല്ല എല്ലാ ക്ഷേത്രവിശ്വാസങ്ങളെ തന്നെയും ഇല്ലാതാക്കാനും അതുവഴി സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനും ഒക്കെ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അസംഘടിതരായിട്ട് അസ്വസ്ഥരാക്കി എങ്ങുമല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമമായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ആദ്യം അറിയേണ്ട വിഷയമാണ്. എന്തൊക്കെയായിരുന്നു വിധിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എല്ലാം പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഒന്ന്, സുപ്രധാനമായ കാര്യം, കാലാകാലങ്ങളായിട്ട് നിലനിന്നിരുന്ന യുവതീ പ്രവേശത്തിൻ്റെ വിഷയത്തിൽ അത്തരം ഒരു പുരുഷനും സ്ത്രീയും എന്നുള്ള വ്യത്യാസം ആവശ്യമില്ല
ആർക്കും പ്രവേശിക്കാം. അത് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ്. മറ്റാർക്കും അതിന് എതിരെ പറയാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും ശരി അത്തരമൊരു നിയമം നിലനിൽക്കുന്നതല്ല എന്നുമാണ് കോടതി കണ്ടെത്തിയത്. അത് കണ്ടെത്താൻ വേണ്ടി എടുത്ത ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മളുടെയൊക്കെ വീട്ടിലേക്ക് ഒരാൾ ആര് കയറി വരണം, എങ്ങനെ കയറി വരണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. നാളിതുവരെ, അതായത് ഈ വിധി വരുന്നതുവരെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവനായാലും ദേവിയായാലും ഇതേ തരത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്ന് സുപ്രീം കോടതിയുടെ തന്നെ മുന്നേ വിധിയുണ്ട്. അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മൾ താമസിക്കുന്ന ഇടത്തേക്ക് എങ്ങനെയാണോ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ നമുക്ക് തീരുമാനിക്കാം, അവിടെ ആര് വരണം, എങ്ങനെ വരണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാവുന്നതുപോലെ തന്നെ ആയിരുന്നു ഈ വിധി വരുന്നിടം വരെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ. ക്ഷേത്രങ്ങൾ നമുക്കറിയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത മറ്റ് കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളും വ്യത്യസ്തമായിട്ട് താന്ത്രിക വിദ്യ പ്രകാരമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. തന്ത്രിയാണ് പ്രാണൻ നൽകി പ്രാണപ്രതിഷ്ഠയാണ് നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ ഈ ദേവന്റെയോ ദേവിയുടെ പിതാവ് എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടു. നിയമത്തിൽ പോലും അത്തരത്തിലാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രതിസ്ഥാനത്താണ് തന്ത്രിയുടെ സ്ഥാനം. അങ്ങനെ ഏതെങ്കിലും ദേവനോ ദേവിയോ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആരാണോ അത് മൈനറും ആ മൈനറുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനും ആ സ്വത്തുക്കളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനും പിതാവിൻ്റെ സ്ഥാനത്തേക്ക് തന്ത്രിയും എന്നാണ് നിയമത്തിൽ പോലും ധാരാളം വിധികളിൽ പോലും വന്നിരുന്നതെങ്കിൽ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഞാൻ ഈ പറഞ്ഞ സെപ്റ്റംബർ 28, 2018 വിധി. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം, ഈ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് കോടതി തീരുമാനിക്കണമെങ്കിൽ ഈ റൈറ്റ്, അതായത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നാണ് പറയാറുള്ളത് ആയിട്ട് ഈ ദേവനെയോ ദേവിയോ അംഗീകരിക്കാതിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നിയമപരിരക്ഷ ഉണ്ടാകാതിരുന്നാൽ മാത്രമേ കോടതിക്ക് അത്തരമൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ആ അധികാരമാണ് ആദ്യം മാറ്റിയത്. അതായത് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ള ഒരു അധികാരം ഈ ദേവീദേവന്മാരിൽ നിന്നും മാറ്റി അങ്ങനെ അതൊരു പബ്ലിക് പ്ലേസായി മാറുകയാണ്. അതായത് പൊതുസ്ഥലം, ക്ഷേത്രത്തെ പൊതുസ്ഥലമാക്കി മാറ്റി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. യുവതീ പ്രവേശനത്തിൻ്റെ വിഷയം രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പോൾ യുവതീ പ്രവേശനത്തിന് അരങ്ങൊരുക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രങ്ങൾ ദേവന്റെ സ്വകാര്യ സ്വത്തായിരുന്ന അല്ലെ ദേവിയുടെ സ്വകാര്യ സ്വത്തായിരുന്ന, ശബരിമല മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതായിരുന്നു വിധി. അപ്പോൾ ആ വിഷയത്തിൽ ഇത്തരമൊരു തീരുമാനത്തിൽ കൂടെ അത് അവകാശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പൊതുസ്ഥലമാക്കി മാറ്റി എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ പൊതുസ്ഥലമാക്കിയാൽ പിന്നെ നമുക്കറിയാമല്ലോ, പൊതുസ്ഥലത്തെ തീരുമാനങ്ങൾ നമ്മളല്ലല്ലോ എടുക്കുന്നത്. അതിന് ഒരു പ്രൈവറ്റ് പേഴ്സണും സ്വകാര്യ വ്യക്തിക്കും അധികാരമില്ല. അത് സർക്കാരും രാജ്യത്ത് അതിനുവേണ്ടി നിലനിൽക്കുന്ന നിയമങ്ങളുമാണ് ബാധകം എന്നുള്ളത് കൊണ്ട് പൊതുസ്ഥലത്ത് എങ്ങനെയാണോ മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ അത് അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. പക്ഷേ അത് വളരെ ചുരുക്കം പേരിലേക്ക് ആ സന്ദേശം എത്തിയിട്ടുള്ളൂ. കാരണം നമ്മളെപ്പോഴും വികാരത്തിൻ്റെ പുറത്ത് ഈ ആചാരം ലംഘിക്കപ്പെടുന്നു എന്ന് പറയുമ്പം അതിൽ നമ്മൾ യുവതീ പ്രവേശനം മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം ശബരിമലയെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിധി നിലനിന്നാലുള്ള അപകടം നമ്മളൊന്ന് കാണണം. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ സംഭവിക്കും. ക്ഷേത്ര സ്വത്തുക്കളുടെ വിഷയത്തിൽ, അതായത് പബ്ലിക് പ്രോപ്പർട്ടിയായി മാറും ക്ഷേത്ര സ്വത്തുക്കൾ. നമ്മുടെ പൊതു സ്ഥലങ്ങളുണ്ടല്ലോ, മൈതാനങ്ങളോ അല്ലെങ്കിൽ റോഡോ സർക്കാരിൻ്റെ സ്ഥലമോ പുറമ്പോക്ക് ഭൂമിയോ പോലെ മാറുമായിരുന്നു ഇത് നിലനിന്നിരുന്നെങ്കിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ അപകടം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വസ്തുത. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പല പല കാര്യങ്ങളുമുണ്ട്, അതിനോടനുബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ട്. പക്ഷേ ഇത് തന്നെ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കും, ഇത്തരത്തിലൊരു നിയമം നാട്ടിൽ നിലനിന്നാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ക്ഷേത്രവിശ്വാസികളുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ അവകാശം തന്നെ ഇല്ലാതാകും. കാരണം പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ, പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മതനിരപേക്ഷത രാജ്യത്ത് പബ്ലിക് പ്രോപ്പർട്ടിയുടെ റൈറ്റ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ട് ക്ഷേത്രം പബ്ലിക് പ്രോപ്പർട്ടി ആയി കഴിയുമ്പോൾ അവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും?
അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, ക്ഷേത്ര സംരക്ഷണ സമിതി, അങ്ങനെ ഉപദേശ സമിതി, ഇങ്ങനെ പല പേരിൽ പല സ്ഥലത്തും ക്ഷേത്ര സംബന്ധമായിട്ട് ഹിന്ദുക്കൾ ഭക്തജനങ്ങൾ ഒന്നുകൂടിക്കൊണ്ട് ക്ഷേത്രത്തിന് സംരക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള പല സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം താറുമാറാകും. കാരണം വരാൻ പോകുന്ന സമയത്ത് ഈ നിയമത്തിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ മാറ്റപ്പെട്ട ഈ നിയമത്തിൻ്റെ ബലത്തിൽ ഏതൊരു വ്യക്തിക്കും അവിടെ ഭക്തനാകണമെന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്നില്ല, ഏത് മതത്തിലാണെന്നില്ല, ഈശ്വരവിശ്വാസി തന്നെ ആകണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ പോലും ഭരണത്തിലേക്ക് കയറിക്കൂടും. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്വത്തുക്കൾ ധാരാളമുണ്ട് പല ക്ഷേത്രങ്ങളും. പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ധാരാളം സ്വത്തുക്കളുണ്ട്. ഭൂസ്വത്തുണ്ട്, മറ്റ് ആടയാഭരണങ്ങൾ, പഴയ ചെമ്പ് പാത്രങ്ങൾ, അപ്പോൾ അത്തരത്തിൽ എല്ലാം സ്വത്തുക്കളുള്ളത് കൊണ്ട് പലരും ആകർഷിക്കപ്പെടും ഇതിൻ്റെ ഭരണകർത്താവായിട്ട് വരാനായിട്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു വലിയൊരു അപകടം നിലനിന്നിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം. ഇനിയും മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ യുവതി പ്രവേശത്തിന് മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങൾ ഇത് മാത്രമല്ല. നമുക്കറിയാം ശബരിമല 18-ാം പടി കാരണം. ഒന്നാമത് നമുക്കറിയാം ശബരിമല പോകുന്നതിന് വ്രതം നോക്കണം. അതിൻ്റെ തന്നെ ചിട്ടവട്ടങ്ങളുണ്ട്. എത്തരത്തിലായിരിക്കണം വ്രതം നോക്കേണ്ടത്. മാലയിട്ട് വ്രതം നോറ്റ് 41 ദിവസം കഴിഞ്ഞ് ഇരുമുടിക്കെട്ടുമായിട്ട് മല ചവിട്ടി പമ്പാസ്നാനം ചെയ്ത്, പമ്പാസ്നാനവും വളരെ പ്രധാനമാണ്. കാരണം പമ്പ കഴിഞ്ഞിട്ടുള്ള ശബരിമലയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ശരീരം ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതാണ് വിശ്വാസം. അപ്പോൾ ആ ശരീരത്തിലേക്ക് നമ്മൾ സ്പർശിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തണം. അത് പമ്പയിൽ തന്നെ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തണം. കാരണം വെറുതെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടായില്ല. കാരണം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ്റെ ഒരു നിഷ്ഠപ്രകാരം അവിടെ പമ്പയിൽ സ്നാനം ചെയ്ത്, പലപ്പോഴും പൂർവികന്മാർക്ക് ബലിതർപ്പണം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവിടെ നമ്മൾ അതും ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഗണപതി വണങ്ങി അവിടുന്ന് നമ്മുടെ കാനനപാത വഴി നീലിമലയൊക്കെ ചവിട്ടി അപ്പാച്ചിമേടൊക്കെ വഴി നമ്മൾ നേരെ ശരംകുത്തി വഴി അയ്യപ്പനെ ദർശിക്കാനായിട്ട് 18-ാം പടിയിലെത്തുന്നു. 18-ാം പടിയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും, മുമ്പൊക്കെയുള്ള ചില ആചാരങ്ങൾ മാറി, നമുക്കറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും 18-ാം പടി വളരെ ദിവ്യമാണ്, ഈശ്വര സാന്നിധ്യമുള്ളതാണ്. സാധാരണ ഒരു വെറും പടിയല്ല 18-ാം പടി. അതുകൊണ്ടാണ് പടി പൂജയൊക്കെ നടത്തുന്നതിൻ്റെ കാരണം അതാണ്. ഈശ്വര സാന്നിധ്യം, ഈശ്വര ചൈതന്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഭക്തി പുരസരം ചവിട്ടി മുകളിൽ ചെന്ന് അയ്യനെ വണങ്ങി ദൈവാഭിഷേകമൊക്കെ ചെയ്ത് അതിൻ്റെ പ്രസാദമൊക്കെ സ്വീകരിച്ച് നമ്മൾ പലപ്പോഴും അവിടെ ഭഗവാന്റെ സമീപത്ത് കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി, ചിലപ്പോൾ അവിടെ ഒരു ഭജനയുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുത്ത് മാളികപ്പുറത്തമ്മയും വണങ്ങി ഉപദേവതകളെല്ലാം വണങ്ങി അങ്ങനെ നമ്മൾ മല തിരികെ ഈ പറഞ്ഞ ഒരു ഭക്തിപുരസരമായ രീതിയിൽ മടങ്ങി എത്തി. നമ്മൾ ആ ഓർമ്മ വർഷങ്ങളോളം നിലനിൽക്കുന്ന തരത്തിലുള്ള ഓർമ്മകളിലേക്ക് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുന്ന രീതിയാണ്. ഇതിനകത്ത് ഇവിടെ വളരെയധികം ചിട്ടവട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാൻ പറയുന്ന വിഷയം ഇത്തരത്തിലൊരു പബ്ലിക് പ്ലേസ് ആക്കി മാറ്റുന്ന ഒരു ക്ഷേത്രം, അവിടെ ഈ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാനായിട്ട് യാതൊരു നിയമസാധുതയും ഇല്ലാതാകും. അതോടുകൂടി യുവതി പ്രവേശം മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാം ലംഘിക്കപ്പെടും. അത് നമ്മൾ കണ്ടു ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം പോകും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വന്നത് 2018 സെപ്റ്റംബർ 28-ന് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷ വിധി, 4 പേരുടെ വിധിയാണ്. അതിലേക വനിതാ ജഡ്ജ് മാത്രം നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് നിന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ബാക്കി 4 പുരുഷ ജഡ്ജിമാരാണ് വനിതകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇത്രത്തോളം അപകടങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനിയും നമ്മൾ ഒന്ന് പുറകോട്ടാണ് പോകുന്നത്. കാരണം എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി വരാനുള്ള കാരണം ഉണ്ടായത്? എന്തായിരുന്നു കേസ്? ആരാണ് കേസ് കൊടുത്തത്? എന്താണ് അവരുടെ ഉദ്ദേശം? അതിലേക്കൊന്നും നമ്മൾ കടന്നു ചെന്നാലേ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സനാതനധർമ്മത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആസുരിക ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വൈദേശിക ശക്തികളാണ് അതിൽ പ്രധാനം. പക്ഷേ അവരുടെ എല്ലാ പിണിയാളുകൾ ഈ ഭാരതത്തിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കേരളമാണ് ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഈ തീവ്രവാദത്തിൻ്റെ ആയാലും ശരി,
ഇത്തരത്തിലുള്ള പ്രതിലോമ ശക്തികളുടെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നടക്കുന്ന വിവിധ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയൊക്കെ സ്രോതസ് അന്വേഷിച്ച് വരുന്നത് കേരളത്തിലേക്കാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത്തരത്തിലൊക്കെ കുറേയൊക്കെ കാര്യങ്ങളാക്കിയെടുത്തു. അപ്പോൾ ഇതിനും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനും ഭാരതീയ സംസ്കാരത്തെ ഇല്ലാതാക്കി വൈദേശിക സംസ്കാരം ഭാരതത്തിൽ കൊണ്ടുവന്ന് ഭാരതത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തികളാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ അവർ നൂറുകണക്കിന് വർഷങ്ങൾ ഈ ഭാരതത്തിൽ വന്ന് അധിനിവേശത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അവരുദ്ദേശിച്ച തലത്തിൽ ഒന്നും സാധിച്ചില്ല. ഇന്ന് നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ 80% പരം ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പം വളരെ പീഡനത്തിലൂടെയും പ്രലോഭനങ്ങളിൽ കൂടെയും എല്ലാം മതം മാറ്റാനൊക്കെ ഈ വൈദേശിക ശക്തികൾ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോൾ ആധുനിക ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആധുനികമായിട്ടുള്ള രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കാരണം മുമ്പത്തെ പോലെ ഒരു സ്വതന്ത്ര രാജ്യത്തേക്ക് അധിനിവേശം ഒന്നും അസാധ്യമായതുകൊണ്ട് മറ്റ് ചില മാർഗങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ ശക്തികളൊക്കെ ഭാരതത്തെ ഇല്ലാതാക്കാൻ, സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ധാരാളം ഈ അനോണിമസ് ആയിട്ടുള്ള ട്രസ്റ്റുകൾ ഫോം ചെയ്യുന്നു, കൊള്ളപ്പണം വരുന്നു, കുഴൽപ്പണം വരുന്നു, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ളതെല്ലാം ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ഭാരതത്തിൻ്റെ ഈ യുവജനങ്ങളിൽ ഇത് കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇരുളടഞ്ഞതാക്കാനുള്ള ശ്രമം ഒരു വഴിക്ക്, തീവ്രവാദ പ്രവർത്തനത്തിനും മറ്റുമായിട്ട് ഇത്തരത്തിൽ വരുന്ന പണങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യം, അതുപോലെ തന്നെ ഒളിഞ്ഞ വഴി, അതായത് പിൻവാളിയിൽ കൂടെ ഈ ഭരണത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢങ്ങളായ ശ്രമങ്ങൾ, ഇതെല്ലാത്തിനുപരി ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മത്തിൻ്റെ ആ നാശത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ള അവരൊരു ഗവേഷണം നടത്തിയപ്പോൾ അതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാനതിൻ്റെ രത്നച്ചുരുക്കമാണ് പറയുന്നത്. അതിൽ നിന്ന് അവർ കണ്ട ഒരു കാര്യം, ഇത്രയധികം വർഷങ്ങളായിട്ട് ഈ ഭാരതത്തിലെ ജനസമൂഹം, ഹൈന്ദവ സമൂഹം ഒന്നിച്ചു നിൽക്കുകയും മാത്രമല്ല 500-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ഭാരതം എന്നും ഭാരതമായിട്ട് തന്നെയാണ് കോടാനുകോടി വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെ നിലനിന്നു എന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചെങ്ങനെ നിന്നു, എന്തുകൊണ്ട് ഈ സനാതനധർമ്മം ഇത്രത്തോളം ശക്തമായിട്ട് ഇന്നും നിലകൊള്ളുന്നു, ഇത്രത്തോളം പല പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാനോ നാടിനെ ഇല്ലാതാക്കാനോ ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാനോ സാധിച്ചില്ല. അതെന്തുകൊണ്ടെന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് കിട്ടിയ ഉത്തരം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചരട്, അതായത് എല്ലാ ഭാരതീയരെയും കോർത്തിണക്കുന്ന ഒരു ചരടുണ്ട്. ആ ചരട് മറ്റൊന്നുമല്ല, ആധ്യാത്മികതയാണ്. അത് ഭാരതത്തിലെ ഏത് പ്രദേശത്ത് താമസിക്കുന്നവരായാലും അവരുടെ ഭാഷ, വേഷ, ഭൂഷാദികൾ അല്ലെ ജാതി ഒന്നും അടിസ്ഥാനമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഒരു ചരടാണ് ഈ ആധ്യാത്മികത എന്നവർ മനസ്സിലാക്കി. അപ്പോൾ ആ ചരടിൻ്റെ ബലം അതികഠിനമാണ്, വളരെ ശക്തമായ ബലമുള്ള ഒരു ചരടാണ് അതെന്ന് മനസ്സിലാക്കി അതിനെ തകർത്താൽ മാത്രമേ ഈ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചൊരു കാര്യം. ഇതിന് കുറേ റെക്കോർഡൊക്കെ ഉണ്ട്, നമ്മൾ ചില പുസ്തകങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അത്തരത്തിൽ ഒരു ചിന്തയിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പോൾ ആധ്യാത്മികത തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് പിന്നെ തുടങ്ങിയത്. അത് അതായത് രണ്ട് തരത്തിലുണ്ട്. നമുക്കറിയാം ലോകത്ത് രണ്ട് ശക്തികളാണ് ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ഇസ്ലാമിക ശക്തി, അവർ അതിനിട്ടിരിക്കുന്ന പേര് ഇസ്ലാമൈസേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇവാഞ്ചലൈസേഷൻ എന്നാണ് അവരിതിനെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമൈസേഷനും ഈ ഇവാഞ്ചലൈസേഷനുമാണ് രണ്ട് വഴിക്കൂടെ വരുന്നത്. ഇതിനെ രണ്ടിൻ്റെയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ അവരൊന്നിച്ചാണ്, ഈ പറഞ്ഞ ഭാരതത്തിൻ്റെ ആധ്യാത്മികതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും. പക്ഷേ അവരുടെ പ്രവർത്തന രീതി രണ്ടായിരുന്നു എന്ന് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. പലപ്പോഴും ഈ ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനം നമുക്ക് നേരിട്ട് മുന്നിൽ കാണാമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമാണ്. അത് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കില്ല, പിന്നാമ്പുറത്താണ് നടക്കുന്നത്. അത് പുറമേ കരുന്നത് വളരെ ചുരുക്കമായിട്ടാണ്, നമ്മളത് അതിൻ്റെ റിസൾട്ട് മാത്രമേ പുറത്ത് കാണൂ. അപ്പോൾ ഈ രണ്ട് ശക്തികളും പ്രവർത്തിച്ചതിൻ്റെ ഫലം ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം മുടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള വിദേശത്തു നിന്ന് പണവും മറ്റുള്ള സംവിധാനങ്ങളുമൊക്കെ ഭാരതത്തിലേക്ക് എത്തിക്കുകയും ഭാരതീയരെ പലതട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ആധ്യാത്മിക ശക്തിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഗൂഢാലോചനയുടെ തുടക്കത്തിൽ വർഷങ്ങളായെങ്കിലും വളരെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്നൊരു വിഷയമാണ്. കാഞ്ചി കാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളുടെ നേരെ ഇല്ലാത്ത ഒരു കേസ്, ഒരു കൊലക്കുറ്റം ആരോപിച്ചത്. അന്ന് ഇതിൻ്റെ പിന്നിൽ ഇത്തരം ശക്തികൾ പ്രവർത്തിച്ചെന്നുള്ളതിന് തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. പല പിന്നീട് എഴുതിയ പല പുസ്തകങ്ങളിൽ പോലും അതിൻ്റെ റെഫറൻസ് ഉണ്ട്. അദ്ദേഹത്തെ എത്രത്തോളം മോശമായ ഹീനകരമായ രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത്. പക്ഷെ പിന്നീട് ആ കേസെല്ലാം നടന്നപ്പോൾ ഈ ISRയുടെ ചാരക്കേസ് പോലെ ആ കേസിൻ്റെ പിന്നിൽ എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഗൂഢാലോചനയായിരുന്നു, സത്യമേ ഉണ്ടായിരുന്നില്ല എന്നും കണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കൊലക്കുറ്റത്തിൽ പ്രതിയാണെന്നുള്ള വാർത്തകളൊക്കെ വളരെയധികം പത്രങ്ങളിലൊക്കെ ചർച്ചയായി വലിയ വെണ്ടക്കാശത്തിലൊക്കെ വന്നപ്പോൾ നിരപരാധിയാണെന്ന് പറഞ്ഞ വാർത്തയൊക്കെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന പോലെ വളരെ ചെറിയ രീതിയിൽ വന്നുള്ളൂ. അത് പലരും അറിഞ്ഞു പോലും കാണില്ല, അത്തരത്തിലാണ് വാർത്തകൾ വന്നത്. അപ്പോൾ അദ്ദേഹം അതിന് ഇരയായ ഒരു മഹൽ വ്യക്തിയാണ്. ഞാനീ പറഞ്ഞ ആധ്യാത്മികത തർക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആധ്യാത്മികയുടെ ബിംബങ്ങളെ ഇല്ലാതാക്കി ഈ ഭാരതീയരുടെ ഞാനീ പറഞ്ഞ ആധ്യാത്മികതയിൽ ഉള്ള അവരുടെ വിശ്വാസത്തെ ആർക്കുക എന്നുള്ളത് ഒരു സീരീസ് ഓഫ് തിങ്സ് ഉണ്ട്. ഞാനത് പറഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ കേരളത്തിൽ നടന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും വളരെയധികം കാര്യങ്ങൾ നടന്നു. കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് 2014 മാതാ അമൃതാനന്ദ അമ്മയ്ക്ക് നേരെ ഇതേപോലെ അമ്മയുടെ ആശ്രമവാസിയായിരുന്ന ഒരു ഗ്രേറ്റ് റെൽവെൽ എന്ന് പറഞ്ഞ ഒരു അമേരിക്കക്കാരി, അവർ പിരിഞ്ഞു പോയതിനു ശേഷം 17 വർഷങ്ങൾക്ക് ശേഷം ആശ്രമത്തിലെയും അമ്മയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ശരിക്കും നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ പുസ്തകം എഴുതിയത് ഈ സ്ത്രീ അല്ല, അത് ഇറ്റലിയിലുള്ള ഒരു സ്ത്രീയാണ് എഴുതിയതെന്നും അതിൻ്റെ പിന്നിൽ കേരളത്തിലും ഒക്കെ പ്രവർത്തിച്ച പലരും ഒക്കെ ഉണ്ടെന്നും ഒക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഗൂഢാലോചന ഭാഗമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ശക്തമായിട്ട് ചെറുത്തു തോൽപ്പിച്ചു. നമുക്കറിയാം, നമ്മളതിനെതിരെ അതിശക്തമായ രീതിയിൽ ആധ്യാത്മികത തന്നെ, അതായത് ഈ സന്യാസ സമൂഹത്തെയും ആചാര്യന്മാരെയും ഹൈന്ദവ നേതാക്കന്മാരെയും എല്ലാം എറണാകുളത്ത് 1.5 ലക്ഷം പേര് പങ്കെടുത്ത ഒരു മഹാസമ്മേളനം നമ്മൾ നടത്തി. ധർമ്മരക്ഷാ സംഗമം എന്നായിരുന്നു എൻ്റെ പേര്. 2014 മാർച്ച് 23 അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിന് സത്യം തുറന്നു കാണിക്കുകയും ഇത്തരം ശക്തികളുടെ എതിരെ ശക്തമായ നടപടിക്ക് വേണ്ടി നമ്മൾ മുതിരുകയും അവര് ഇനിയും ഇത്തരത്തിലുള്ള ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈന്ദവ സമാജം കൈയും കെട്ടി നോക്കിയിരിക്കുന്നില്ല എന്നൊരു താക്കീതും നൽകിയതോടുകൂടി അതിന് ശമനമുണ്ടായി. പിന്നീട് അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ അത് നമ്മൾ നടത്തി, അത് വിജയത്തിലെത്തിച്ചു. പിന്നെ ആ വിഷയം ഉണ്ടായില്ല. പക്ഷെ പിന്നീട് നമുക്കറിയാം, അടുത്ത കാലത്ത് ഒരു ലിംഗച്ഛേദനം ചെയ്യപ്പെട്ട ഗംഗേശാനന്ദ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇതുപോലെയാണ് സംഭവിച്ചത്. അദ്ദേഹം നിരപരാധിയാണ്. പക്ഷേ അത് പത്രമാധ്യമങ്ങളിലെ വാർത്തയും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പോലും ആ വിഷയത്തിൽ വളരെ മോശമായിട്ടാണ് ആ വിഷയത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞു. അത്തരത്തിൽ ഇപ്പോൾ പോവാണ്. പക്ഷേ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണും. അപ്പം ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത്, ഇത് വ്യക്തികളും അല്ലെങ്കിൽ ആചാര്യന്മാരും ഹൈന്ദവ നേതാക്കന്മാരും ഇത്തരത്തിലൊക്കെ ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പമാണ് ഈ ക്ഷേത്രധ്വംസനം മറ്റൊരു വഴിക്ക്. അതാണ് നമ്മൾ 1528 അയോധ്യ ക്ഷേത്രം ബാബറിൻ്റെ സേന, മിർബാക്കിം എന്നുള്ള ബാബറിൻ്റെ മുഖ്യ സേനാധിപൻ തകർത്ത് അവിടുത്തെ ജനങ്ങളെയെല്ലാം ഇല്ലാതാക്കി. എന്തുകൊണ്ടാണ്? കാരണം ജനങ്ങൾ സ്ഥിരമായിട്ട് അത് വർഷങ്ങളോളം ഇതിനെ തടയാൻ വേണ്ടി അല്ലെ തിരിച്ച് ക്ഷേത്രം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. 3,70,000 ഹിന്ദു സഹോദരന്മാരാണ് ഈ ശ്രീരാമക്ഷേത്രം തിരികെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിവിധ, അത് ബാബർ ഉൾപ്പെടെ പിന്നീടുണ്ടായിട്ടുള്ള പല ഭരണാധിപന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് വീരബലിദാനികളായത് 3,70,000 പരം എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. ഇത്തരത്തിൽ അത് പഴയൊരു വിഷയം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതേ രീതിയിലാണ് ശബരിമലയെയും ഇല്ലാതാക്കാനുള്ള ശ്രമം. കാരണം ലോകപ്രശസ്തമായ ക്ഷേത്രമാണ് ശബരിമല. പ്രത്യേകിച്ച് അതിൻ്റെ ചില പ്രത്യേകതകൾ, അവിടെ ജാതി മത അടിസ്ഥാനത്തിലല്ല, ആർക്കും ഭക്തി പുരസ്സരം ഏത് മനുഷ്യനും ഭക്തിയോടുകൂടി അയ്യപ്പനെ വണങ്ങാനും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന നിഷ്ഠകളൊക്കെ പാലിച്ചുകൊണ്ട് അവിടെ വന്ന് ദർശനം നടത്താനും എല്ലാം സൗകര്യമുള്ള ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കേണ്ട പല ആവശ്യമുണ്ട്. ഒന്ന് ഞാനീ പറഞ്ഞ നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മികത തകർത്തുകൊണ്ട് ഭാരതത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം മാത്രമല്ല, അതിനകത്ത് മറ്റൊരു വശം കൂടെ എന്താണെന്ന് വെച്ചാൽ മതപരിവർത്തനത്തിന് വിധേയരായ ഹിന്ദുക്കളുണ്ട് ധാരാളം. കേരളത്തിലുണ്ട്, തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മറ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ് മുതലായ സ്ഥലങ്ങൾ, തമിഴ്നാട് ഒക്കെ
ധാരാളം മതപരിവർത്തനം നടന്നിട്ടുണ്ട്. അത് പല മതങ്ങളിലേക്കും പോയി. പക്ഷേ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത, ഈ ഹിന്ദുക്കളായി മതം മാറ്റപ്പെട്ടവരൊക്കെ ശബരിമലയുടെ വൃശ്ചികമാസമാകുമ്പം മാലയിടും, വ്രതം നോക്കും. അവരെത്രയും പെട്ടെന്ന് ശബരിമല എത്തും, അയ്യപ്പനെ വണങ്ങും, വഴിപാട് നടത്തും. അവർക്ക് അത് വിട്ടു നിൽക്കാനേ പറ്റില്ല എന്നുള്ളൊരു സത്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ കാണാം. അതായത് പള്ളിയിൽ പോയി എല്ലാ ദിവസവും പോകുന്നവരും അല്ല ഞായറാഴ്ച പോയി കുർബാന പങ്കിടുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ശബരിമലയുടെ കാര്യം വന്നാൽ അവർക്ക് ബാക്കിയല്ല. അപ്പം ഇത് ഈ മതപരിവർത്തന ലോബികളെ സമയത്തോളം അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കണ്ടു കാണും പല പല വിഷയങ്ങൾ. ഇപ്പോൾ ഇവിടെ പല മന്ത്രിമാരും ഒക്കെ ഇപ്പം ഡാം പൊട്ടും, അതല്ലെങ്കിൽ പലതും സംഭവിക്കും, അതുകൊണ്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി ഈ ഭക്തന്മാർ കേരളത്തിലേക്ക് വരാതിരിക്കാനും ശബരിമലയ്ക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ഡാം പൊട്ടുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ശബരിമല പോകുന്നവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലെ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നത്, അതിലേക്ക് വന്നാൽ 2006 ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നമുക്കറിയാം. ശബരിമലയിൽ പല പ്രാവശ്യം ദേവപ്രശ്നം നടത്തിയിട്ടുണ്ട്. ഓരോ മാറ്റങ്ങളോടെ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അത്തരത്തിൽ പല 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 കാരണങ്ങൾ കൊണ്ടും ഈ ദേവപ്രശ്നം ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങൾക്കും നടത്താറുണ്ട്. അങ്ങനെ 2006 നടത്തിയ ദേവപ്രശ്നത്തെ അനുബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സമൂഹം ചർച്ച ചെയ്ത ശബരിമല യുവതീ പ്രവേശത്തിൻ്റെ ആരംഭം. അത് മാത്രമല്ല, ഈ 2006 ദേവപ്രശ്നത്തോടനുബന്ധിച്ച് വളരെയധികം വിഷയങ്ങൾ, മറ്റു പല വിഷയങ്ങളും വന്നു. അതിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, ആചാരലംഘനത്തിന് വേണ്ടിയിട്ടും ശബരിമല ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടി അത് ഈ ദേവപ്രശ്നത്തിലൂടെ വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ യുവതീ പ്രവേശത്തിൻ്റെ വിഷയം അവിടെ എങ്ങനെ വന്നു നോക്കുമ്പോൾ, അവിടെ പ്രശ്നം വെച്ചപ്പോൾ നമ്മൾ അന്ന് പത്രം വായിച്ചവരും അല്ലെ ഇതൊക്കെ ഓർമ്മയുള്ളവരുണ്ടാകും. അതായത് ജയമാല എന്നുള്ള ഒരു നടിയാണ്, ഇന്നവർ MLC ആണ് കർണാടകയിൽ. അവർ അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടു. ആദ്യം പറഞ്ഞതൊരു യുവതി തൊട്ടു എന്നാണ് പ്രശ്നത്തിൽ പറഞ്ഞതെങ്കിൽ പിന്നീട് ഇവർ തന്നെ പറഞ്ഞു ഞാനാണ് ആ യുവതി, ഞാനാണ് അയ്യപ്പൻ്റെ കാലിൽ തൊട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും അസാധ്യമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല, തീർത്തും അസാധ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ശബരിമല പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ സോപാനം നമ്മൾ കടന്ന് കൈ നീട്ടിയാൽ പോലും എത്താത്ത അത്ര ദൂരത്തിലാണ് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് കളവാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവിടുന്ന് തുടങ്ങിയാണ് പ്രശ്നങ്ങൾ ആരംഭം. അപ്പോൾ എന്ത് പറ്റുന്നു, അവിടെ മറ്റൊരു കേസ് ഉടലെടുത്തു. കാരണം ഈ ദേവപ്രശ്നത്തെ തുടർന്ന് പന്തളം കൊട്ടാരത്തിനുണ്ടായിരുന്ന പല അവകാശങ്ങളും ഹനിക്കപ്പെട്ടു അതേ ദേവപ്രശ്നത്തിൽ. അപ്പോൾ പന്തളം കൊട്ടാരം അതിന് പരിഹാരമായിട്ട് പ്രധാനമായിട്ടും തിരുവാഭരണത്തിൻ്റെ കാര്യത്തിലാണ്. തിരുവാഭരണത്തിൻ്റെ അവകാശികളല്ല പന്തളം കൊട്ടാരം, അവർക്കത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ തരത്തിൽ ആണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ല, ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. കാരണം ഇത് കൊട്ടാരം അയ്യപ്പനെ ഒരു ദിവസം സർവാഭരണ വിഭൂഷണായി കാണാൻ വേണ്ടിയിട്ടും കൊട്ടാരത്തിന് കൊടുത്തൊരു പ്രത്യേക അനുമതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കൊട്ടാരം നിർമ്മിക്കുകയും ഒരു പ്രത്യേക ചില പേടകങ്ങളിലൊക്കെ ആക്കി ദിവ്യമായ ആഭരണങ്ങൾ അവിടെ എത്തിച്ച് ആഭരണ വിഭൂഷണ അയ്യപ്പനെ കണ്ടു വണങ്ങുന്ന ഒരു വലിയ ചടങ്ങായിട്ട് മാറിയിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള അവകാശി പന്തളം കൊട്ടാരം തന്നെയാണെന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. തങ്കഅങ്കി പോലെ അല്ല, അത് കാണേണ്ട വ്യത്യാസം. തിരുവിതാംകൂർ കൊട്ടാരമാണ് തങ്കഅങ്കി നിർമ്മിച്ച് സമർപ്പിച്ചത്, അത് ദേവന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേഷൻ നടത്തുകൊണ്ട് അവരുടെ കസ്റ്റഡിയിൽ ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ തിരുവാഭരണം അങ്ങനെയല്ല, സമർപ്പിക്കപ്പെട്ടതല്ല. അത് ഒരു ദിവസത്തേക്ക് അവിടെ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് പന്തളം കൊട്ടാരം തീർപ്പിച്ച് അവിടെ സൂക്ഷിക്കുകയും ആ ദിവസം കൊണ്ടുവന്ന് അണിയിക്കുകയും ചെയ്യുന്നതാണെന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും. പക്ഷേ അവിടെ പറയുന്നത് ഇതിൻ്റെ അവകാശമില്ലാതെ, അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹൈക്കോടതിയിൽ പോയപ്പോൾ അനുകൂലമായ വിധി വരാഞ്ഞ് പന്തളം കൊട്ടാരം അതിനെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ കേസ് പിന്നെയും വഴിതിരിഞ്ഞ് ശബരിമലയിൽ മറ്റ് ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. സമയം കിട്ടുകയാണ് ഞാൻ അതിലേക്ക് വരാം. അതല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് ആദ്യം തന്നെ പോട്ടെ, കാരണം ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ ഇതങ്ങനെ 2006 ഈ ഒരു സംഭവം വന്നതോടുകൂടി അവിടെ ശുദ്ധികലശം നടത്തണം എന്നൊക്കെ വന്നപ്പോൾ അത് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ ചില ഇംഗ്ലീഷ് പത്രങ്ങൾ, ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങൾ, അതുപോലെ നമ്മുടെ വീക്ക് മാഗസിനൊക്കെ വലിയ വാർത്തയാക്കി. ആ 2006 ജൂൺ മാസത്തിലെ ഒരു ദിവസം തന്നെ
3 പത്രത്തിൽ 3 ലേഖനമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് നമുക്കറിയാം, ബർഖാദത്ത് എന്നുള്ള ലേഡി അതിനകത്ത് എഴുതിയിരുന്നു. പിന്നെ വേറെ കൂടാതെ മറ്റ് 2 പേരും, അത് രണ്ടും വേറെ 2 പത്രങ്ങളൊക്കെ എഴുതി. പക്ഷേ ഇതിനെല്ലാം ഒരാൾ എഴുതി കൊടുത്ത ലേഖനം എന്ന പോലെ ആയിരുന്നതല്ല. ഇന്ന് നമുക്കത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അതിനകത്ത് പറയുന്നത്, കേരളത്തിൽ ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇതെന്ത് നയമാണ്? ഈ നാട്ടിൽ നിയമമില്ലേ എന്ന് തുടങ്ങി ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാതെ, അല്ലെങ്കിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശാസ്ത്രീയതയെക്കുറിച്ച് ചിന്തിക്കാതെ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഗൂഢാലോചന ഭാഗമാണ്. അതായത് ഒരു യുവതി സ്പർശിച്ചു എന്നും അത് കഴിഞ്ഞ് ഞാനാണെന്നും പറഞ്ഞൊരു യുവതി വരികയും ഞാനത് കെട്ടിപ്പിടിച്ചു എന്നും കാലെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കേസിനാസ്പദമായ കാര്യങ്ങൾ ഉടനെ തന്നെ ലേഖനമായിട്ട് വരുന്നു. വടക്കേ ഇന്ത്യയിലെ ഈ നോർത്ത്, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പത്രത്തിൽ, കേരളത്തിൽ അത്രയും വന്നില്ല? കാരണം നമുക്കറിയാം, സുപ്രീം കോടതി നിലനിൽക്കുന്നത് ഡൽഹിയിലാണ്. അവർ മലയാളം പത്രമൊന്നും വായിക്കുന്നവരല്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് കോക്കസ് ഉണ്ട്. അതായത് അവിടുത്തെ സീനിയർ ചില ലോയേഴ്സൊക്കെ, ഇപ്പം നമുക്കറിയാം പല കേസുകളിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല ശരിയല്ലാത്തതുകൊണ്ട്, പക്ഷേ അവിടുത്തെ ചില സ്ത്രീകളുടെ പേര്, അഡ്വക്കേറ്റ്, വളരെ സീനിയറായിട്ടൊക്കെയാണ് അവരറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവരെക്കുറിച്ചൊക്കെ ധാരാളം വാർത്തകൾ, മറ്റ് വാർത്തകൾ, അത് വിദേശത്ത് നിന്ന് പണം ലഭിച്ചതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്നത്, അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കുകയും പൊതുസമൂഹത്തിനോട് ചർച്ച, കാരണം പെട്ടെന്ന് പൊടുന്നതിന് ഒരു കേസ് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയില്ല. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ഒന്ന് ഒരുക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ആ സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പിന്നെ അഡ്വക്കേറ്റുമാർ, അവരുടെ ഒരു അസോസിയേഷൻ തുടങ്ങുന്നു. അതിനകത്ത് ഒരു മുസ്ലിം നൗഷാദ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണ് അതിൻ്റെ പ്രസിഡൻ്റായത്. അദ്ദേഹം പല വനിതകളെയും കൃത്യമായിട്ടും, അതായത് ചില പ്രയോഗങ്ങൾ നടത്താൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാതെ ചോദ്യം ചെയ്യപ്പെട്ടാൽ തന്നെ ചോദ്യകർത്താക്കൾക്ക് നേരെ തിരിയത്തക്ക രീതിയിലൊക്കെയുള്ള സംവിധാനമൊക്കെ ഒരുക്കി ഒരു ഫോം ചെയ്യുന്നു. ആ ഒരു അസോസിയേഷൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയാണ്. അതായത് യുവതി പ്രവേശം, അതായത് ഇതേ രീതി, അതായത് ഇതിനകത്ത് നമ്മൾ ലേഖനത്തിൽ പറഞ്ഞ പോലെ, ലേഖനമാണ് അതിനകത്ത് കോട്ടിയിരുന്നത്. പ്രധാന കാര്യം ആ ലേഖനമാണ്. അപ്പോൾ ഇതെല്ലാം ഒരുക്കം നമ്മൾ മനസ്സിലാക്കണം. ആ ലേഖനത്തെ കോട്ടിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, ഇത് ലിംഗവിവേചനമാണ്, സ്ത്രീ പുരുഷ വിവേചനമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനകത്ത് വളരെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അത് നമുക്ക് ഒരു പൊതു സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ഹീനമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെറ്റീഷനാണ്. ആ പെറ്റീഷൻ, അതിനോട് കക്ഷി ചേർന്നിരിക്കുന്നവരെ കൂടെ നമ്മൾ അറിയണം. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. കക്ഷി ചേർന്നിരിക്കുന്നത് ഭൂമാത എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, തൃപ്തി ദേശായി, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ശബരിമലയ്ക്ക് വരാനൊക്കെ ശ്രമിച്ചു, പക്ഷേ എയർപോർട്ടിൽ തന്നെ മടക്കി വിട്ട ഒരു സ്ത്രീയുണ്ട്, ഭൂമാതാ മൂവ്മെൻറ്റ്. വേറൊരു ഇതിലും വികൃതമായ മറ്റൊരു അസോസിയേഷൻ ഉണ്ട്, ഹാപ്പി ടു ബ്ലീഡ് എന്നാണ്. അവരുടെ ഉദ്ദേശം പറയാമല്ലോ, ഹാപ്പി ടു ബ്ലീഡ്. എവിടെയാണ്? ടെമ്പിൾ, ക്ഷേത്രത്തിൽ രക്തം വാർന്നൊഴുകാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അല്ലെ രക്തം വീഴ്ത്താനായിട്ട് സന്തോഷമുണ്ട് എന്നർത്ഥം വരുന്ന ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഒക്കെയാണ് ഇതിനകത്ത് കക്ഷി ചേർന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഉദ്ദേശം നമുക്ക് ഇതുകൊണ്ട് തന്നെ മനസ്സിലാവും. ഇതിനോട് ചേർന്നിരിക്കുന്ന ആളുകളെ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ വികൃതമായ മുഖം അന്ന് ജഡ്ജിമാർക്ക് മനസ്സിലായി. അവർ പെട്ടെന്നത് വിസ്താരത്തിലേക്കൊന്നും കടന്നില്ല, കുറച്ച് നാൾ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ പിന്നീട് നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ ഭരണത്തിൽ വന്നു, ഭാരതത്തിൽ ശക്തമായ രീതിയിൽ ഈ ഭാരത സംസ്കാരത്തെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമൊക്കെ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇവരെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന പഴയ കേസുകളും പഴയ പ്രശ്നങ്ങളും ഒക്കെ പൊടിതട്ടിയെടുത്ത് അസഹിഷ്ണുതാവാദമൊക്കെ ആയിട്ട് ഇതുവരെ കേൾക്കാത്ത ചില പദങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. അത് ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റ് ചെയ്തൊരു വേർഡാണ് അസഹിഷ്ണുത എന്നുള്ള വേർഡ്. പണ്ടാരും കേട്ടിട്ടുണ്ടാവും, സന്ദർഭോചിതമായി ഉപയോഗിക്കും. പക്ഷേ ഇത് നിരന്തരം പത്രമാധ്യമങ്ങൾ വന്നുകൊണ്ടിരുന്നത് അസഹിഷ്ണുത. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ കേസും വീണ്ടും വിചാരണയ്ക്ക് എത്തുകയും വിചാരണ നടന്നു. പക്ഷേ ഇതിൻ്റെ അപകടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിനെന്ന് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പോലും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ കേസ് നടന്നു, മറ്റുള്ള ആളുകളൊക്കെ ധാരാളം ഹൈന്ദവ സംഘടനകളും പിന്നെ ഒക്കെ കക്ഷി ചേർന്നു. അത്തരത്തിൽ പിന്നെ കേരള സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെയും ഈ ഭരണം മാറുന്നതനുസരിച്ച് അവരുടെ നയം മാറിക്കൊണ്ടിരുന്നു. അത് ഇടതുപക്ഷ സർക്കാർ ഇതിന് അനുകൂലമായിട്ടും, അത് യുവതി പ്രവേശനം നല്ലതാണ്, ശരിക്കും പറഞ്ഞാൽ അവിടെ ലിംഗസമത്വം വേണം എന്ന് പറഞ്ഞിട്ടും ആചാരാനുഷ്ഠാനങ്ങളൊന്നും പ്രശ്നമൊന്നുമല്ല,
എന്നുള്ള രീതിയിലും കോൺഗ്രസ് സർക്കാർ തുടക്കത്തിൽ അത് വേണ്ട ശ്രദ്ധ എടുത്തില്ലെങ്കിലും പിന്നീട് നമ്മൾ പത്രത്തിലൊക്കെ വാദിച്ചു അവർ നിലപാട് മാറ്റി. അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാറുന്നതനുസരിച്ചും ഒക്കെ. അപ്പോൾ ഈ നിലപാട് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഈ 2006 മുതൽ ഈ 2018 വിധി പ്രഖ്യാപിക്കുന്നവരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പല പ്രാവശ്യം മാറി മറിഞ്ഞു. പക്ഷെ ഇതൊന്നും കോടതി ശ്രദ്ധിച്ചില്ല. കോടതി അത് ചോദ്യം ചെയ്യേണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ സമയത്ത് അതൊന്നും കോടതി ചെയ്തില്ല എന്ന് നോക്കുകയാണ്. എന്തായാലും അങ്ങനെയാണ് ഈ കേസ് വരികയും, പക്ഷേ അന്ന് സർക്കാരിൻ്റെയൊക്കെ ശക്തമായ ചില വാദമുഖങ്ങളൊക്കെ കോടതി അംഗീകരിച്ചു. കൂടാതെ അന്ന് ഉണ്ടായിരുന്ന ജഡ്ജിമാരും ഇതിൻ്റെ എല്ലാ വശങ്ങളും വേണ്ട തരത്തിൽ കണ്ടില്ല. അത് സത്യമാണ്. കാരണം ആ ജഡ്ജ്മെൻറ്റിൽ തെറ്റുണ്ട്. അത് നമുക്ക് ഒരു കാര്യം നമ്മൾ അറിയണം. ഈ സുപ്രീം കോടതിയുടെ അല്ല ഏത് കോടതിയുടെ ആയാലും ഒരു വിധിന്യായത്തിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് പറയുന്നതിന് യാതൊരു നിയമപ്രശ്നവുമില്ല. പലർക്കും ധാരിച്ചിരിക്കുന്നത് ഒരു വിധി വന്നാൽ അത് തെറ്റാണ്, അതിനകത്ത് ശരിയല്ല, ന്യായമല്ല എന്ന് പറയുന്നത് എന്തോ അപകടമാണ്, കോടതി ലക്ഷ്യത്തിന് കേസെടുക്കും. അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ജഡ്ജിമാരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അവരുടെ പേരെടുത്ത് അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ അവരുടെ നടപടി അധിക്ഷേപിക്കുക, അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് പലരും ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ പലരും ചോദിച്ചു, അങ്ങനെ പറയാമോ, സുപ്രീം കോടതി വിധിയല്ലേ, അത് നിയമമായില്ലേ എന്ന് പലരും പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വാർത്തകളും വന്നു. പലരും അങ്ങനെ ചില പ്രഭാഷകരൊക്കെ അത് പറയുന്നതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമല്ല. നമ്മളങ്ങനെ അത് തെറ്റാണെന്ന് തന്നെ ധൈര്യമായിട്ട് പറയുകയും അതിനുവേണ്ടി അതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ 2018 സെപ്റ്റംബർ 28 വിധിക്കെതിരെ ശക്തമായൊരു കൂട്ടായ്മ എന്നോണം 2018 നവംബർ മാസം 8 എറണാകുളത്ത് ഭാസ്കര്യൻ ഹാളിൽ നമ്മുടെ വിവിധ സംഘടനകൾ, ആധ്യാത്മിക ആചാര്യന്മാർ, സമുദായ സംഘടനകൾ എല്ലാവരും 2,000 പേരോളം ഒത്തുകൂടിയാണ് നമ്മൾ ഈ വിധിക്കെതിരെ നിയമപരമായിട്ടും ജനങ്ങളെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിലൂടെയും നേരിടാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് ശബരിമല കർമ്മസമിതിക്ക് രൂപം നൽകുന്നത് 2018 നവംബർ മാസം 8 അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കറിയാം ശക്തമായ പ്രതിഷേധം. 2018 നവംബർ 8 യോഗം കൂടി. അന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുന്നു 10 കേരളത്തിലെ എല്ലാ റോഡ് ഉപരോധം തുടങ്ങി. അതിശക്തമായ ലക്ഷോപലക്ഷം ജനങ്ങളാണ്, ഭക്തജനങ്ങളാണ് അവിടെ എല്ലാം മറന്നുകൊണ്ട്, അതായത് ജാതി അല്ലെങ്കിൽ രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ഒന്നിച്ചു കൂടിയ വളരെ ചുരുങ്ങിയ ചില സന്ദർഭങ്ങളൊന്നായിരുന്നു ഇതെല്ലാം. അത്തരത്തിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം. പക്ഷേ നമുക്കൊരിക്കലും അവിടെ മറ്റു മുദ്രാവാക്യങ്ങളോ മറ്റൊരു കൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും അയ്യപ്പനാമം, ശബരിമലയുടെ അയ്യപ്പൻ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ശരണമന്ത്രം മാത്രമായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. മറ്റൊരു മന്ത്രമോ മറ്റൊരു മുദ്രാവാക്യമോ നമ്മൾ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിശക്തമായ ഈ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ നമ്മൾ അതേ സമയം തന്നെ നമ്മൾ ചെയ്ത കാര്യം നിയമയുക്തം. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നിയമത്തിന് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് ഈ വിഷയത്തിൽ അനുകൂലമായ വിധി തേടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. കാരണം സമരം മറ്റു ചില കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്താനും അല്ലെങ്കിൽ ഈ തീരുമാനമെടുക്കുന്നവരെ വേണ്ട തരത്തിൽ അത് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെങ്കിൽ അത്യന്തികമായിട്ട് നിയമയുദ്ധത്തിൽ കൂടെ നമുക്ക് അനുകൂലമായ വിധി നേടിയെടുക്കുകയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഈ പോരാട്ടത്തെ നമ്മൾ രണ്ടായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ധർമ്മവിജയത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടമാണ് അവിടെ നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, നിയമപരമായ കാര്യത്തിന് അതാണ് 1. 2 ആധ്യാത്മിക വിഷയങ്ങൾ, സ്പിരിച്വൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ റിലീജിയസ് മാറ്റേഴ്സ്, അത് 2. ഇങ്ങനെ 2 വിഷയങ്ങളാണ് നമ്മൾ അവിടെ ഏറ്റെടുത്തത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ്, റിട്ടയർഡ് ജഡ്ജസ്, വളരെ സീനിയർ അഡ്വക്കേറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് അങ്ങനെയുള്ളവരെല്ലാം കാണുകയും അവരുടെ ഉപദേശം തേടുകയും എന്താണ് ഈ കേസിൽ നമുക്ക് തോക്കാൻ ഇടവന്നതെന്നും ഇനി അങ്ങനെ അത് മറികടക്കാം എന്നുള്ളതും, അത് റിവ്യൂ പെറ്റീഷൻ കൊടുക്കണോ റിട്ട് പെറ്റീഷൻ കൊടുക്കണോ എന്നുള്ളതൊക്കെ അവിടെ നമ്മൾ റിലീജിയസ് കാര്യത്തിൽ പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അത് കേരളത്തിലെ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ, അതായത് കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ പണ്ഡിതന്മാർ, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരും ഇത്തരം ആധ്യാത്മിക വിഷയങ്ങൾ പാണ്ഡിത്യമുള്ളവരെല്ലാം നമ്മൾ കാണുകയും പല പ്രാവശ്യം വിളിച്ചുകൂട്ടുകയും നമ്മൾ പലവട്ടം ഇവരെ ഒന്നിച്ചിരുത്തുകയും, ഇവിടെയും എറണാകുളത്തും ഡൽഹിയിലും. എറണാകുളത്ത് നമ്മളത് ചെയ്തിരുന്നു. ഇവിടെ എറണാകുളത്ത് സരോവരം ഹോട്ടലിൽ 3 ദിവസം നമ്മൾ ഇത്തരത്തിൽ അഡ്വക്കേറ്റുമാരുടെയും പണ്ഡിതന്മാരുടെയും സീനിയർ അഡ്വക്കേറ്റെയും സുപ്രീം കോടതിയിൽ അത്തരത്തിൽ യോഗം നടത്തുകയും
രണ്ടുപേരും അവരുടെ വാദങ്ങൾ നിരത്തുകയും പിന്നെ മൂന്നാമത്തെ ദിവസം ഒന്നിച്ച് നമ്മൾ എടുക്കേണ്ട നിലപാട് അങ്ങനെ ഡൽഹിയിൽ നമ്മൾ നടത്തി. ഇങ്ങനെ പല സ്ഥലത്തും നടത്തി ഇതങ്ങനെ. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നുണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ പ്രക്ഷോഭത്തിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കോടാനുകോടി ജനങ്ങളാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മളതിന് നീക്കം നടത്തി. അങ്ങനെയാണ് ഈ ശബരിമല കർമ്മസമിതി പോലെ തന്നെ ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിൽ നമ്മൾ രൂപീകരിച്ചു. അതിനെല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഈ സംഘടനാ സംവിധാനം തുടങ്ങി. ആ സംസ്ഥാനത്ത് ഇവിടെ കേരളത്തിലെ ശബരിമല കർമ്മസമിതി ആണെങ്കിൽ മറ്റു സ്ഥലത്തിൽ അവിടുത്തെ അനുസരിച്ച് ഈ അയ്യപ്പ ഭക്തന്മാരുടെ അവിടുത്തെ ഭാഷയ്ക്ക് അനുകൂലമായിട്ടുള്ള പേരുകളൊക്കെ ഇട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനത്തും ശക്തമായ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സർക്കാരിന് നിവേദനം നൽകുക, അത്തരത്തിൽ കാര്യം ചെയ്തു. പക്ഷെ അവിടുന്ന് ഇത് കടന്ന് ലോകത്തിൻ്റെ ഗ്ലോബലായി കഴിഞ്ഞു. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ ഇത് ചെന്നെത്തി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിവിടെ നടത്തിയ പല പരിപാടികളും അന്താരാഷ്ട്ര തലത്തിൽ അവരെല്ലാം ഏറ്റെടുത്തു നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ശക്തമായിട്ട് ലോകം മൊത്തം ഏറ്റെടുത്ത ഒന്നായിരുന്നു ഡിസംബർ 28-ാം തീയതി നടന്ന അയ്യപ്പ ജ്യോതി. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കേരളത്തിൽ മുറിയാതെ കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം കന്യാകുമാരി വരെ ഏതാണ്ട് 21 ലക്ഷം ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിന് പുറത്തും ധാരാളം സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്തും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഇത്തരത്തിൽ കണ്ടു. അത്തരത്തിൽ ഈ ലോകം മൊത്തം ഇത് ഏറ്റെടുത്തു. കാരണം അയ്യപ്പൻ്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിക്ക് താഴെയാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ ഏകദേശം കണക്ക് 15 കോടിയിൽ പരം അയ്യപ്പ ഭക്തന്മാർ നേരിട്ട് പല പ്രാവശ്യമായിട്ട് ശബരിമല വന്നും പോയിരിക്കുന്ന ആളുകൾ 15 കോടിയിൽ പരം ഉണ്ടെന്നാണ് നമ്മുടെ ഏകദേശം കണക്ക്. അപ്പോൾ പക്ഷേ അവരുടെ കുടുംബങ്ങളോട് ചേരുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം അതായത് 50 കോടിയോളം ജനങ്ങളോളം ഇതിൽ പല സമയത്തായിട്ട് പങ്കെടുത്തു എന്നാണ് നമ്മൾ ഏകദേശം ഒരു കണക്കാക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ പ്രക്ഷോഭങ്ങളും ജനശ്രദ്ധ ആകർഷിക്കാനും അധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കാനും അതുവഴി പല വിഷയങ്ങൾ സമൂഹത്തിലേക്ക് പല തെറ്റിദ്ധാരണ മാറ്റാനും ഇത് യുവതീ പ്രവേശനം എന്ന് പറയുന്നത് അത് യുവതികൾക്കെതിരെയല്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. അത് ഒരിക്കലും യുവതികൾക്കെതിരെ അല്ല. കാരണം മറ്റെല്ലാ മത സമൂഹങ്ങളെക്കാട്ടിലും അമ്മമാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് സനാതന ധർമ്മത്തിലുള്ള വിശ്വാസികളായ എല്ലാവരും. ദേവീക്ഷേത്രങ്ങൾ വരെ എത്ര ദേവീക്ഷേത്രങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ആചാരത്തിൻ്റെ വിഷയം വരുമ്പോൾ നമുക്ക് പുരുഷന്മാരെ പ്രവേശിപ്പിക്കാത്ത പല സ്ഥലങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ ഹാജരാക്കിയ വിഷയമാണ്. ശബരിമലയിൽ കൃത്യമായിട്ടും ശബരിമലയിൽ പ്രത്യേകത അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി പോലും അയ്യപ്പൻ തന്നെ സ്വയം തീരുമാനമെടുത്ത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള രേഖകളുണ്ട്. ഇന്ന് നമ്മുടെ ശ്രീഭൂനാഥ ഉപാഖ്യായം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഈശ്വരൻ നടപ്പാക്കണം എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അവിടെ കുടികൊള്ളുന്ന രീതി വ്യത്യസ്തമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അല്ലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ധ്യാനനിദ്രയിൽ കഴിയുന്ന ഒരു പൂർണ്ണമായിട്ട് നിത്യബ്രഹ്മചാരി ആയിട്ടുള്ള അയ്യപ്പന് അദ്ദേഹത്തിൻ്റെ നിഷ്ഠകളനുസരിച്ച് അഷ്ടമൈഥുനങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഈ ബ്രഹ്മചര്യത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള 8 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശബരിമലയിലെ ഈ പറഞ്ഞ യുവതികൾ, സ്ത്രീകളെല്ലാം നമ്മൾ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളിലുള്ള യുവതികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ. ആദ്യത്തെ കേസിൽ നമ്മൾ ഈ ആദ്യം നമുക്കെതിരെ വന്ന കേസിനകത്ത് ഒരു പരാമർശം ഉണ്ടായിരുന്നു. പല പരാമർശങ്ങളൊന്ന് ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളെ സാധുവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്ക്രിപ്ചറൽ എവിഡൻസ്, എഴുതപ്പെട്ട രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നൊരു പരാമർശം ആദ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെയധികം അതിനുവേണ്ടി അന്വേഷണം നടത്തി ഇതിന് തക്കതായിട്ടുള്ള ഈ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്ചറൽ എവിഡൻസ്, അത് രേഖാമൂലമുള്ള കാര്യങ്ങൾ പുസ്തകങ്ങളായിട്ടും മറ്റു ചില വാല്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ ശേഖരിച്ചുകൊണ്ട് ശബരിമലയിൽ കൊടുത്തിരുന്നു. നമ്മൾ അയോധ്യ വിഷയത്തിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. 14,000-ൽ പരം രേഖകളാണ് അയോധ്യ വിഷയത്തിൽ നമ്മൾ സമർപ്പിച്ചത്. എന്ന് പറഞ്ഞ പോലെ ശബരിമല വിഷയത്തിലും ധാരാളം ഡോക്യുമെന്റഡ് എവിഡൻസ് അത് നമ്മൾ ഒരുപാട് പേര് നമ്മളെ വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആചാരം നിലനിൽക്കുന്നതിന് ശാസ്ത്രീയതയുണ്ടെന്നും വെറും ഒരു ആചാരം മാത്രമല്ല എന്നുള്ളതും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കേണ്ടതാണെന്നുള്ളത്
കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിച്ചു. രണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് വരുമ്പോൾ ഒരിക്കലും ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല, മറിച്ച് ഭരണഘടനയ്ക്ക് അനുകൂലമാണ്. അതല്ലെങ്കിൽ ഭരണഘടനയിൽ ഈ ഈശ്വരന്മാർ, ദേവീദേവന്മാർക്ക് അവർ കുടികൊള്ളുന്ന സ്ഥലത്ത് അവർക്ക് കിട്ടേണ്ട എല്ലാ നിയമപരിരക്ഷയും കിട്ടേണ്ടതാണെന്നും ഈ കോടതി വിധിയിൽ മാത്രം അതിനെ വ്യത്യസ്തമായിട്ട് കണ്ടു. പക്ഷെ അതിന് മുന്നുള്ള ധാരാളം ഇതിലും കൂടുതൽ അംഗങ്ങളുള്ള കോടതികളുടെ വിധി വരെ, ഫുൾ ബെഞ്ച് വരെയുള്ള വിധികളിനകത്ത് കൃത്യമായിട്ടും അതല്ല, അവർക്ക് പരിരക്ഷ വേണം, സാധാരണ ഒരു മനുഷ്യനുള്ള പോലെ നീതിക്ക് അവകാശമുണ്ട്, മൈനറാണ്, പിതാവാണ്, പിതാവിന്റെ സ്ഥാനത്താണ് തന്ത്രി എന്നൊക്കെ വളരെ കൃത്യമായിട്ടും നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ യുവതി പ്രവേശനോടൊപ്പം ഞാൻ പറഞ്ഞ അവകാശം നഷ്ടപ്പെട്ടു, ക്ഷേത്രം പബ്ലിക് പ്ലേസ് ആയി പൊതുസ്ഥലമായിട്ട് മാറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കാണണം. ഈ തന്ത്രി എന്നുള്ള തന്ത്രിയുടെ പ്രതിസ്ഥാനത്തെ ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് ഒരു ജഡ്ജി, ഞാൻ പേര് പറയുന്നില്ല, ആ ജഡ്ജ്മെന്റ് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അണ്ടർ കൊട്ടേഷൻസ് ദർ ഇസ് എ ഫിക്ഷ്യസ് ബിലീഫ് ദാറ്റ് തന്ത്രി ഈസ് ദി ഫാദർ ഓഫ് ദി ഡൈറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ദേവന്റെ അല്ലെ ദേവിയുടെ ഒരു പിതാവാണ് തന്ത്രി എന്നുള്ള തെറ്റായ ഒരു കാര്യം നിലനിൽക്കുന്നു എന്നും അതിനകത്ത് എഴുതി. പക്ഷേ തെറ്റല്ല, നിയമപരമായിട്ട് അതിന് സാധ്യതയുണ്ടെന്നും നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് ആലോചിച്ച് നോക്കൂ, തന്ത്രിക്ക് അത്തരത്തിലുള്ള സ്ഥാനം ക്ഷേത്രത്തിൽ ഇല്ലാതെ വന്നാൽ ക്ഷേത്രത്തിന്റെ വ്യവസ്ഥകൾ തന്നെ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുവതി പ്രവേശമല്ല, ഇത്തരത്തിലെ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നും അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് ഹിന്ദു സമൂഹമാണ്, ക്ഷേത്രവിശ്വാസികളാണ്. അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അതിനുവേണ്ട പരിഹാരം കാണുന്നതിന് ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു, അത് ആചാരത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. അത് ഭക്തജനങ്ങളും മേൽശാന്തി, തന്ത്രി, അഡ്മിനിസ്ട്രേഷൻ ആരാണെന്ന് വെച്ചാൽ അവര് എല്ലാം കൂടെ കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയും ആത്യന്തികമായിട്ട് ദേവന്റെ ഹിതമറിയാൻ, ദേവഹിതമറിയാനായിട്ട് ദേവപ്രശ്നം വെച്ച് എന്താണ് ആ വിഷയത്തിൽ ദേവഹിതം എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ അന്തിമമായിട്ടുള്ള എന്താ പറയുക ഫലം കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനമെടുത്തതെങ്കിൽ ഈ വിഷയത്തിൽ കോടതിയിൽ പോകുക എന്നുള്ളത് ആദ്യമായിട്ട് സംഭവിച്ച വിഷയമാണ്, ഇത്തരം ആചാരപരമായ വിഷയങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നിരത്തി കൃത്യമായ രീതിയിൽ കോടതിയിൽ കാണിക്കുകയും അങ്ങനെ 5 അംഗ ബെഞ്ചിൽ നമുക്ക് വളരെ അനുകൂലമായിട്ടൊരു വിധി ഉണ്ടായി. അപ്പം അതിന് നമ്മൾ ചെയ്തത് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. റിവ്യൂ പെറ്റീഷൻ നമ്മൾ മുൻപുള്ള വിധികളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ റിട്ട് പെറ്റീഷനിൽ പുതുതായിട്ട് ഞാൻ ഈ പറഞ്ഞ മറ്റു പല വിഷയങ്ങളും, നമ്മൾ വിട്ടുപോയ വിഷയങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആദ്യം 2018 നവംബർ 11 റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്, അതിന് ഫയൽ സ്വീകരിക്കണോ വേണ്ട എന്നുള്ള ഒരു കോടതി പരിഗണിച്ച ദിവസം, അതിനൊക്കെ വാദം കേട്ട ദിവസം, അത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ ആര്യമ്മ സുന്ദരം എന്നുള്ള വളരെ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് നമ്മൾ അണിനിരത്തി അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് ആദ്യമായിട്ട് നമ്മൾ കിട്ടിയൊരു വിജയം, അതായത് റിട്ട് പെറ്റീഷൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത്. അന്ന് തന്നെ വൈകിട്ട് 3:30 മണിക്കാണ് ഈ റിവ്യൂ പെറ്റീഷൻ കേൾക്കാം എന്നുള്ള ഒരു തീരുമാനം കോടതി എടുക്കുകയും ഓപ്പൺ കോടതിയിൽ കേൾക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമുക്കറിയാം ഈ സുപ്രീം കോടതി ചരിത്രത്തിൽ റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഓപ്പൺ കോടതിയിൽ ഒരിക്കലും കേട്ടിട്ടില്ല, അനുകൂലമായ വിധിയും വന്നിട്ടില്ല. പക്ഷേ അയ്യപ്പൻ്റെ വിഷയം വന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ കേൾക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ റിട്ട് പെറ്റീഷനും റിവ്യൂ പെറ്റീഷനും മാറി മാറി കേട്ട് ഈ കാര്യങ്ങളെല്ലാം, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആത്യന്തികമായിട്ട് 5 അംഗ ബെഞ്ച്, അപ്പോൾ പഴയ ബെഞ്ച് മാറി പുതിയ ബെഞ്ച് വന്നു. നമുക്കറിയാം ജസ്റ്റിസ് ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചായിരുന്നു പിന്നീട് കേട്ടത്. ആ ബെഞ്ചിൽ ഇതെല്ലാം സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞു വിശാലമായ വിഷയമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ കോടതി പോലും പരിഗണിക്കേണ്ട വിഷയമാണോ? ആചാരപരമായ വിഷയങ്ങൾ അതിൻ്റെ നിലനിൽക്കുന്ന സംവിധാനങ്ങളല്ലേ ഉപയോഗിക്കേണ്ടത്? അതിന് പകരം കോടതിയിൽ വന്നാൽ ഈ കോടതിയിലുള്ള ജഡ്ജിമാർക്ക് ഈ ആചാരപരമായ പാണ്ഡിത്യമുണ്ടോ, അത് അത്തരത്തിൽ പാണ്ഡിത്യമില്ലാത്ത ആൾക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ 9 കാര്യങ്ങളാണ് 9 അംഗ ബെഞ്ചിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാദമുഖങ്ങൾ 9 കാര്യങ്ങൾ റെഫർ ചെയ്തിരിക്കുന്നതിനകത്ത് ഒന്നാമത്തെ കാര്യം റിട്ട് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ വാസ്തവമാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിധി ഈ കേസ് കേൾക്കാൻ തന്നെ വീണ്ടും കേൾക്കാൻ തയ്യാറായെന്ന് തുടങ്ങി. പിന്നീട് വരുന്ന 8 കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം പിന്നീട് അവിടെ ശബരിമല കാരണം എന്നൊക്കെ പറഞ്ഞ പലരും പോയെങ്കിലും ഒന്നും കോടതി സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ 9 അംഗ ബെഞ്ചിൻ്റെ ഇനിയും വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് അപകടമല്ല, ഗുണകരമായ മാറ്റം. നമ്മൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ 5 അംഗ ബെഞ്ച് കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുന്നതോടുകൂടി ഈ ആചാരപരമായ വിഷയങ്ങൾ എപ്പോഴും ആ
ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത്? കാരണം അത് വിഭിന്നങ്ങളാണെന്നൊക്കെ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. ഓരോ ക്ഷേത്രങ്ങളും വ്യത്യസ്തങ്ങളാണ്. അത് അയ്യപ്പൻ്റെ പോലും ഓരോ ക്ഷേത്രങ്ങളും വ്യത്യസ്തമായ ആചാരമാണ്. അതൊക്കെ നമ്മൾ സ്ഥാപിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം കോടതിക്കാണോ അല്ലയോ എന്നുള്ള തുടങ്ങി കൃത്യമായിട്ടും ചില കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നമുക്ക് ആ വിഷയത്തിൽ ഒരു വിജയമാണ് എങ്കിൽ ഈ 9 അംഗ ബെഞ്ചിൻ്റെ വിധിയിൽ കൂടെ നമ്മൾ ഇനിയും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ നടക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, ആ വിധി കൃത്യമായി വരുന്നതോടുകൂടി ഇത്തരം വിഷയങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ച ക്ഷേത്രോദംശനവും ഹിന്ദുക്കളുടെ ക്ഷേത്ര വിഷയങ്ങളിൽ മറ്റ് മതസ്ഥരല്ല വിശ്വാസികളല്ലാത്തവരും ഒന്നും അല്ലെങ്കിൽ മറ്റുദ്ദേശത്തിലൂടെ കൈകടത്തുന്നതിനൊന്നും സാധ്യതയില്ലാതെ കൃത്യമായിട്ടും ഹൈന്ദവ വിശ്വാസത്തെ സംരക്ഷിച്ച് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിച്ച് ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ അവകാശം ആ ക്ഷേത്രത്തിലും ദേവനും നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള അതിവിശാലവും ഇനി വരുന്ന കാലത്ത് ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത തരത്തിൽ പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ടൊരു വിധിയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണിപ്പോൾ 9 അംഗ ബെഞ്ച്. എന്തായാലും ഇപ്പം നമുക്കറിയാം, ഈ വിഷയത്തിൽ ഭാരതത്തിലെ ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരും റിട്ടയർഡ് ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ശബരിമലയിലെ ആദ്യത്തെ തെറ്റായിപ്പോയി, അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ആ വിധിച്ച അതിനനുകൂലമായിട്ട് നിന്നവർ പോലും എനിക്ക് തോന്നുന്നു പിന്നീട് അവർക്കും തെറ്റ് തിരുത്തി അവർ മാറി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. തുടക്കത്തിൽ അവർ ഈ പലരെ അവിടെ കയറ്റാൻ ശ്രമിച്ചു, അതെല്ലാം നമ്മൾ കണ്ടു. ഞാനത് കേരളത്തിൽ നടന്ന വിഷയമായിട്ടാണ് ഞാനതൊന്നും വീണ്ടും ആവർത്തിക്കാതിരുന്ന ആ വിഷയം. ഞാൻ മറ്റു വിഷയങ്ങൾ പറയുന്നത് വെച്ചാൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അധികം വരാത്ത വിഷയങ്ങളാണ് ഞാൻ ഇന്ന് കൂടുതലും പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാർ കൃത്യമായിട്ടും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നയം എന്നുള്ള നിലയിൽ നമുക്കറിയാം അവർ വിശ്വാസികളല്ല, അവർക്കൊരു വിശ്വാസവും ഇല്ല, ആരെയും വിശ്വാസം ഇല്ലാത്തവരാണ്, ഈശ്വരനെ മാത്രമല്ല. അവർ ഒരു അരക്ഷിതാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ലോകത്ത് നമുക്കറിയാം അവിടെ വളർന്ന സമയത്ത് ഇപ്പോൾ എല്ലാം തളർന്നില്ലാതായി ലോകത്തിൽ അവസാനമായിട്ട് അവശേഷിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഏക സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരുകൾ. ലോകത്ത് വേറെ ഒരിടത്തും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിലനിൽക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഡെമോക്രാറ്റിക് വേയിൽ. അപ്പോൾ അവർ ഈ അരക്ഷിതാവസ്ഥ ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭരണം പിടിച്ചെടുക്കുക, അക്രമ രാഷ്ട്രീയത്തോടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധ്യാത്മികത ഒക്കെ അവർക്ക് പുറത്തു നിർത്തണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അവർ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ പോലും തെറ്റിദ്ധരുത്താൻ തയ്യാറായി. അവർ ലക്ഷോപലക്ഷം ലഘുലേഖകളിൽ കൂടെ ഈ തെറ്റ് സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതിനെതിരായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലഘുലേഖകൾ വീടാന്തരം കയറി വിതരണം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് മാറി. അങ്ങനെ ഈ വിഷയത്തിൽ ഈ തെറ്റുകൾ ചെയ്തവർ പോലും തിരുത്താൻ തയ്യാറായി. പക്ഷേ നമുക്കറിയാം ഇന്നും ഈ പ്രതിലോമ ശക്തികൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ പോലും ഇപ്പം നമ്മൾ ശബരിമല വിഷയത്തിലെടുത്താൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ഈ തീർത്ഥാടനത്തിൽ സത്യം പറഞ്ഞാൽ തീർത്ഥാടനം നടത്തിയാൽ അത് ആചാര ലംഘനത്തിന് വഴിവെക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ശബരിമല സാധാരണ ക്ഷേത്രത്തിലെ ദർശനം പോലെ അല്ല, അതൊരു തീർത്ഥാടനമാണ്. അതിന് കൃത്യമായ ചില നിഷ്ഠകൾ പാലിച്ച് തന്നെ വേണം. ആ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന തീർത്ഥാടനത്തിൽ അവിടെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ അത് പൂർണ്ണത വരികയുള്ളൂ. എന്നാൽ നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ശബരിമലയുടെ പ്രത്യേകത എന്താണ്? പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താണ്? പമ്പാ സ്നാനമില്ല, കാനനപാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല, 18-ാം പടി എത്തിക്കഴിഞ്ഞാൽ വഴിമാറ്റിയാണ് വിടുന്നത്, അവിടെ ഒരു മിനിറ്റ് പോലും നിർത്താൻ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം പോട്ടെ, ഏറ്റവും സുപ്രധാനമായി നെയ്വിഷയം പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. അതായത് മുമ്പ് ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ പഴയൊരു വിധിയുടെ മറപിടിച്ചായിരുന്നു സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി, യുവതീ പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ച് ആചാരങ്ങളെ ലംഘിക്കാനായിട്ട് ഈ ഇടതുപക്ഷ കേരളത്തിലെ സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് കോവിഡിൻ്റെ മറപിടിച്ച് കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത്തരത്തിൽ ആചാര ലംഘനം നടത്താനായിട്ട് തീർത്ഥാടകരെ എത്തിക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പല പരിപാടികളും നമ്മൾ നടത്തിയതെല്ലാം കണ്ടു കാണും. ആ ചാനൽ TV-യിലൊക്കെ ലൈവായിട്ടും ലോകമെമ്പാടും 3 കോടിയിൽ പരം ജനങ്ങൾ കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം നമ്മൾ നടത്തുകയും ഇപ്പോഴും പല പ്രചരണ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ഈ ഒരു സമയത്ത് ഭവനം സന്നിധാനം എന്നൊരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത്. ആചാര്യന്മാരുമായിട്ടെല്ലാം സംസാരിച്ചു. ഇത്തരത്തിൽ ആചാരലംഘനത്തിന് ഇടനൽകുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനൊരിക്കലും പുറപ്പെടാൻ പാടില്ല. അത്തരത്തിൽ തീർത്ഥാടനം അപകടമാണ്, അത് അനുചിതമാണ്. ഒരിക്കലും നമുക്ക് അത്തരത്തിലൊന്നിനു വേണ്ടി കൂട്ടുനിൽക്കാനേ പോലും സാധ്യമല്ല എന്നുള്ള നിലയിൽ എല്ലാവരും വ്രതം നോക്കണം, അയ്യപ്പനെ ഭജിക്കണം. നമ്മൾ അവരുടെ ഭവനങ്ങളിരുന്നു കൊണ്ട് തന്നെ ഈ സന്നിധാനത്തിൽ നമ്മൾ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ എത്തിച്ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഏതൊക്കെ അനുഷ്ഠിക്കാൻ സാധിക്കുമോ
അതെല്ലാം നമ്മുടെ ഗൃഹങ്ങളിലും അല്ല അടുത്തുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ ആയിട്ട് നടത്തുകയും ഇപ്പം നെയ്യഭിഷേകം തന്നെ നമുക്ക് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലോ അതിനുള്ള സംവിധാനമുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാം. അത്തരത്തിൽ നമ്മൾ ഭവനം തന്നെ സംവിധാനമാക്കുന്ന തരത്തിൽ ഒരു ദിവ്യമായ ഒരു കർത്തവ്യത്തിലേക്ക് നമ്മൾ കടക്കണം എന്നൊരു സന്ദേശമാണ്. അതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം പേരെ പോകുന്നുള്ളൂ. അവിടെ ശബരിമല ഇപ്പോൾ ഈ തുലാമാസ പൂജയ്ക്ക് തുറന്നപ്പോഴും ഇപ്പോഴും വിർച്വൽ ക്യൂ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തതിൽ നല്ലൊരു ശതമാനം പോലും വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എത്തിപ്പെടുന്നത് കേരളത്തിന് പുറത്ത് ഇതൊന്നും അറിയാതെ ചില പാവങ്ങൾ. നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെ ഇത് പ്രചരണം നൽകിയെങ്കിലും എല്ലാ ഗ്രാമങ്ങളിലൊന്നും എത്തിക്കാണില്ല നമുക്കറിയാം. അത്തരത്തിൽ അറിയാതെ വന്നുപെടുന്ന ചില തീർത്ഥാടകരാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല. അവരവിടെ വന്നു കഴിയുമ്പം പഴയ തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനത്തിന് വേണ്ടി സർവ്വസജ്ജീകരണവുമായി എത്തുന്ന ഭക്തജനങ്ങൾ നിരാശരായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ശബരിമല കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ പോലെ ഈ വിഷയത്തിലും ഈ പൂർണ്ണമായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം ക്ഷേത്രത്തിൻ്റെ ഉടമകളായ അവകാശികളായ ക്ഷേത്രവിശ്വാസികളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നമുക്ക് നടത്തും. അതിൻ്റെ ഒരു ഗുണകരമായ അനുഭവമാണ് നമുക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ കിട്ടിയത്. അത് കൊട്ടാരത്തിൻ്റെ പൂർണ്ണ അവകാശത്തിലേക്ക് തന്നെയാണ് കൊടുത്തത്. ഇന്ന് സമിതിയൊക്കെ രൂപീകരിച്ച് തന്നെ കൊട്ടാരത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. കാരണം വളരെ നൂറ്റാണ്ടുകളായിട്ട് കൊട്ടാരത്തിൻ്റെ കൈവശം വരുന്ന ഈ ക്ഷേത്രം അവരൊരിക്കലും അവരുടെ സ്വന്തം ക്ഷേത്രം എന്ന നിലയിൽ അതിൽ കൈകടത്തുകയോ അധികാരത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഭരണം നടത്തിയിരുന്നത്. അത് നമുക്ക് ചരിത്രം വളരെ 1700-ലൊക്കെ ഉണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ, അദ്ദേഹമാണിത് ഇപ്പോൾ കാണുന്ന ക്ഷേത്രം പുനരുദ്ധരിച്ച് ഇപ്പോൾ കാണുന്ന ആ ഗോപുരങ്ങളൊക്കെ നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ശ്രീപത്മനാഭന് സമർപ്പിച്ചുകൊണ്ടാണ് ഭരണം പോലും നടത്തിയത്. കിരീടം വരെ ഉടവാൾ വരെ അവിടെ സമർപ്പിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഭരണം നടത്തിയത്. അത്രത്തോളം അതുപോലെ തിരിച്ച് ആ രീതിയിലേക്ക് തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ എത്തിച്ചതുപോലെ തന്നെ ഈ എല്ലാ ക്ഷേത്രങ്ങളും ഈശ്വരവിശ്വാസികൾക്ക് പൂർണ്ണമായ അവകാശവും ദേവിക്കും അവിടെ കുടികൊള്ളാനും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ സ്വത്തുകൾ അനുഭവിക്കാനും യാതൊരുവിധ മറ്റു സ്വാധീനങ്ങൾക്ക് വഴങ്ങാതിരിക്കാനും അങ്ങനെ നമ്മുടെ സംസ്കാരവും അതുപോലെ തന്നെ സനാതന ധർമ്മവും ഭാരതവും എല്ലാം പൂർണ്ണത എങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചിരുന്ന അതേ തരത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ പരിശ്രമത്തിൻ്റെ ഒരു വിജയഘട്ടത്തിലാണ് നമ്മളിന്ന്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയമായ ശബരി വഴിയിലെ ധർമ്മവിജയം എന്ന കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സ്വാമിയേ ശരണമയ്യപ്പോ.